പല പരിപാടികളുടെയും പിന്നിലെ പ്രവൃത്തി അനുഭവങ്ങൾ. ഏഷ്യൻ പ്ലസ് എന്നൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ് മോഹനൻ നായർ. അതെ, ഞങ്ങളൊരു 4-5 പ്രൊഡ്യൂസേഴ്സ് 40 പരിപാടി. ഒരാൾക്ക് 10, ഞാൻ 8, 10, 12 പരിപാടി ഒരേ സമയം ചെയ്തിട്ടുണ്ട്. അത് ഹൃദയരാഗം, ക്ലാസിക്സ്, മ്യൂസിക്കൽ ചെയർ, അങ്ങനെ ഈ ലൈവ് ഫോണിൻ പ്രോഗ്രാം, അങ്ങനെ സമൃദ്ധമായ പരിപാടി. നമുക്ക് 20-21 വയസ്സിൽ ഇത്രയും അധികം പ്രോഗ്രാം രാപ്പകലില്ലാതെ ചെയ്യാൻ സാധിച്ചത് വലിയൊരു അനുഭവമാണ്. പിന്നെ മാത്രമല്ല അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അന്നുണ്ടായൊരു ചെറിയ രസകരമായ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ക്ലാസിക്സ് എന്നൊരു പ്രോഗ്രാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്സിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്കൊന്നും ഈ പഴയ പാട്ടുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഈ ഹൃദയരാഗം ക്ലാസിക്സ് എന്ന പരിപാടിയോട് സ്ഥിരം ഡെയിലി 1 മണിക്കൂർ പഴയ പാട്ട് വിട്ടുവിട്ട് എനിക്ക് വയലാർ, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ബിച്ചു തിരുവല്ല, പി ഭാസ്കർ, യൂസഫ് അലി കേച്ചേരി, ശ്യാം എന്നൊക്കെ പറയുന്നവരുടെ ലോകത്ത് ഞാൻ കുറച്ചിങ്ങനെ കിടന്ന് കറങ്ങുക. അപ്പോൾ എനിക്ക് പലരും മൺമറഞ്ഞു പോയി. ജീവിച്ചിരിക്കുന്നവരിൽ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നിയ ഒരാളായിരുന്നു ശ്രീകുമാരൻ തമ്പി സാർ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഏഷ്യാനെറ്റിൽ വരും. ഞാനൊരു ദിവസം വളരെ അകലത്തുനിന്ന് കണ്ടു. പോകാൻ ഇത്തിരി പേടിയാണ്. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ഈ ക്ലാസിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്സ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഒരു 6:30 കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ്. അന്ന് കഷ്ടി ഫോൺ വാങ്ങിയ സമയം കേട്ടോ. ഹലോ, ഹരി പി നായരല്ലേ? ഞാൻ അതെ, ഞാൻ ശ്രീകുമാരൻ തമ്പിയാണ്. ഞാൻ ഞെട്ടി, കാരണം എൻ്റെ നമ്പർ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഹരി, ഞാൻ ഏഷ്യാനെറ്റിൽ വിളിച്ച് നമ്പർ വാങ്ങിച്ചതാണ്, ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങോട്ടുള്ള ആരാധനയുണ്ടല്ലോ. അല്ല ഹരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് സാറിൻ്റെ പാട്ടിലൂടെ അങ്ങേയറ്റത്ത് ഇഷ്ടമാണ്. സാർ ഇത് അതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ സമ്മതിക്കില്ല. പുള്ളി പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നിർത്തൂ, ഞാൻ അങ്ങോട്ട് പറയട്ടെ, നിങ്ങളുടെ ആരാധനയ്ക്ക് മനസ്സിലായി. ഈ പൊൻവെയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന നൃത്തശാലയിലെ ഗാനം ഞാൻ എഴുതിയതാണ്, പി ഭാസ്കർ മാഷ് എഴുതിയതല്ല. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം ശ്രീകുമാരന്റെ എഴുതിയതാണ്, ബിച്ചു തിരുമല എഴുതിയതല്ല. താൻ ഈ പ്രോഗ്രാമിൽ പേര് എഴുതി കാണിക്കുമ്പോൾ ഇനി മേലാണ് ലിറിസിസ്റ്റിന്റെ പേര് അറിയാതെ തെറ്റ് മാറ്റി എഴുതി വിട്ടാൽ തന്നെ പണി ഞാൻ കളയും.